കാനഡയിൽ ഒരു സ്വിറ്റ്സർലാൻഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ. ബ്രിട്ടീഷ് കൊളംബിയ എന്ന പ്രൊവിൻസിൻ്റെ മേജർ സിറ്റിയായ വാൻകൂവറിൽ നിന്നും ഒരു 2-2.5 മണിക്കൂർ ഡ്രൈവ് മാറി സദേൺ ഇൻറ്റീരിയറിലാണ് ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് കാനഡയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ റോഡ്. നമ്മുടെ യാത്ര ഈസി മാനിങ് പ്രൊവിൻഷ്യൽ പാർക്കിലൂടെ പ്രിൻസ്റ്റൺ, ഹെഡ്ലി, ഒസോയൂസ്, ക്രിസ്റ്റീന ലേക്ക് വഴി കാസിൽഗർ വരെയാണ്. കാസിൽഗറിന് ഒരു 50 കിലോമീറ്റർ മുന്നേ നമ്മൾ ഹൈവേയിൽ നിന്ന് തിരിഞ്ഞ് ഒരു മലമുകളിലുള്ള ട്രെയിൽ വഴിയാണ് കാസിൽഗറിലേക്ക് പോകാൻ പോകുന്നത്. അതിമനോഹരമായ ഈ വ്യൂസ് കാണാൻ വീഡിയോ ഫുൾ കാണാൻ മറക്കല്ലേ. സമയമില്ലെങ്കിൽ വാച്ച് ലിസ്റ്റിലിട്ട് പിന്നെ കാണുന്നതായിരിക്കും പൊളി. ഈസി മാനിങ് പാർക്ക് വഴി വണ്ടി ഓടിക്കുമ്പോൾ ഏറ്റവും ആസ്വദിക്കുന്നത് ഈ റോഡിലെ വ്യൂസും അതിൻ്റെ ഭംഗിയുമാണ്. അതിൻ്റെ ഒരു കാരണമുണ്ട്. ഈ റോഡ് ഉണ്ടാക്കിയത് അറൗണ്ട് 1930s to 1940s കാലഘട്ടത്തിലാണ്. അന്ന് ഈ റോഡ് പണിയുമ്പോൾ വ്യൂസും അതിൻ്റെ ഭംഗിയും എങ്ങനെ കൂട്ടണം എന്ന പ്ലാൻ വരെ ചെയ്താണ് റോഡ് പണിതെന്നാണ് ഹിസ്റ്ററി പറയുന്നത്. ഒരു ചെറിയ ഫാക്റ്റും കൂടെ പറയാം. അമേരിക്കയിൽ പേൾ ഹാർബർ അറ്റാക്കിന് ശേഷം കനേഡിയൻ ജാപ്പനീസ് ആൾക്കാരെ കാനഡയിൽ ജയിലിലിടാനും അവരെ ക്യാമ്പുകളിലിടാനും തുടങ്ങി. അവരെ കൊണ്ടാണ് ഹോപ്പ് ടു പ്രിൻസ്റ്റൺ വരെയുള്ള ഹൈവേ ആദ്യം പണി തുടങ്ങിയത്. വിൻ്ററിൽ ഈ റോഡ് കംപ്ലീറ്റ്ലി സ്നോ കവേർഡ് ആയിരിക്കും. എവിടെ നോക്കിയാലും വെള്ള കളറിലായിരിക്കും. അതിൻ്റെ ഭംഗി ഒരു വേറെ ഭംഗി തന്നെയാണ്. നേരത്തെ പറഞ്ഞ മലമുകളിലൂടെയുള്ള ട്രെയിലാണ് ഇന്നത്തെ ഈ ട്രിപ്പിൻ്റെ ഹൈലൈറ്റ്. 1910നും 1915നും ഇടയ്ക്ക് കിറ്റിൽ വാലി റെയിൽ എന്ന പേരുള്ള ഒരു റെയിൽവേ റൂട്ട് ഹോപ്പ് തൊട്ട് കാസിൽഗർ വരെ കണക്ട് ചെയ്യാൻ പണിതു. മെയിനായിട്ടും മൈനിങ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയാണ് ഈ റെയിൽവേ പണിതത്. ഇത് പണിയാൻ മെയിൻ കാരണം ഒരു കനേഡിയൻ കൺട്രോൾ റെയിൽവേ റൗട്ട് US അല്ലെങ്കിൽ അമേരിക്ക അവോയ്ഡ് ചെയ്തുണ്ടാക്കണം എന്നായിരുന്നു. വളരെ മേജർ എൻജിനീയറിംഗ് ചാലഞ്ചസ് ഒക്കെ തരണം ചെയ്താണ് ഈ റെയിൽ ഉണ്ടാക്കിയത്. ടണൽസ്, ട്രെസ്റ്റൽസ്, സഡൻ വെതർ ചേഞ്ചസ് ഒക്കെ കൺസിഡർ ചെയ്താണ് ഈ നെറ്റ്വർക്ക് പണിതത്. ഈ ഹിസ്റ്റോറിക് കിറ്റിൽ വാലി റെയിൽവേയുടെ അവശിഷ്ടങ്ങൾ ഈ റോഡിന് മുകളിൽ കുറേ ഇടങ്ങളിലായി കാണാൻ സാധിക്കും. ഇന്നത്തെ ട്രിപ്പിൻ്റെ ഹൈലൈറ്റ് ആ പഴയ റെയിൽവേ ട്രസ്റ്റിലിൻ്റെ മുകളിൽ കൂടെ വണ്ടി ഓടിക്കുക. പിന്നെ ഒരു സീരീസ് ഓഫ് ടണൽസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ബുൾഡോഗ് ടണൽ. ഓൾമോസ്റ്റ് 1 കിലോമീറ്റർ, അതായത് 912 മീറ്റർ ലോങ് ആണ് ബുൾഡോഗ് ടണൽ. ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ടണലിൽ കംപ്ലീറ്റ് ഡാർക്ക്നെസ് ആയിരിക്കും. സാധാരണ ടണലിൽ ഒരു ലൈറ്റ് എത്തി ഏറ്റവും ടണൽ എന്ന് പറയുന്ന പോലെ ഉണ്ടല്ലോ, ഇതിൽ അത് കുറേ നേരം ഉണ്ടാവില്ല. കാരണം ഈ ടണലിൽ ഒരു ചെറിയ വളവുണ്ട്. ഈ ടണൽ ഒരു ഫേമസ് ബൈസൈക്ലിംഗ് ട്രെയിൽ കൂടിയാണ്. കുറേ സൈക്കിളുകാർ ഈ പിച്ച് ബ്ലാക്ക് ടണലിൽ കൂടെ വരും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇവിടെ വണ്ടി ഓടിക്കാൻ. ഈ ട്രെയിലിൽ വണ്ടി ഓടിക്കാൻ 4x4 ജീപ്പോ വേണമെന്നൊന്നുമില്ല. നോർമൽ ഒരു കാർ വരെ സിമ്പിളായി ഓടിക്കാൻ പറ്റിയ ഒരു ട്രെയിലാണ്. അപ്പം ഇവിടെ ഞാൻ ഈ എപ്പിസോഡ് നിർത്തുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.